പർമീതും പർജിത്തും ഋഷഭും സംസാരിക്കുന്നത് വിൻഡോയിലൂടെ പാമ്പാട്ടി കേൾക്കുകയാണ്. പർമീത് ഋഷഭിനോട് ലണ്ടനിലേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ചും ദേവാൻ ഡയമണ്ട് തരുന്നതിനെക്കുറിച്ചും ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ഋഷഭ് പർമീത് പറഞ്ഞതെന്നും ഋഷഭ് അറിഞ്ഞിട്ടില്ല എന്നും നാഗമാണിക്യം ലണ്ടനിൽ വെച്ച് തരുമെന്ന് എന്നോട് ആരും പറഞ്ഞിട്ടില്ല എന്നും പറയുകയാണ്. ഇതെല്ലാം കേട്ട് പുറത്തു നിൽക്കുന്ന പാമ്പാട്ടി ഇതൊരു സാധാരണ നാഗമാണെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ ഇത് അനന്തകുലത്തിലെ നാഗറാണിയാണ്, അതുകൊണ്ട് ഈ കാര്യം ഞാൻ അവരെ അറിയിക്കുന്നില്ല. നാഗറാണിയും നാഗമാണിക്യവും എനിക്ക് മാത്രമാണ് എന്ന് പറഞ്ഞ് പാമ്പാട്ടി അവിടെ നിന്ന് പോകുന്നു. മറുവശത്ത് അഹാന റൂമിൽ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പോൾ നേരത്തെ പാമ്പാട്ടി ഇട്ടിരുന്ന ശക്തിയുള്ള പൊടി അവിടെ ഉള്ളതുകൊണ്ട് അഹാനയ്ക്ക് പുറത്തു പോകാൻ കഴിയാതെ നിൽക്കുകയാണ്. ഈ പൊടി ആരാണ് ഇവിടെ ഇട്ടതെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് അഹാന. ഈ സമയം വിൻഡോയിലൂടെ നോക്കി പാമ്പാട്ടി മകുടി ഊതുകയാണ്. മകുടിയുടെ സൗണ്ട് കേൾക്കുന്ന അഹാന നൃത്തം ചെയ്ത് നാഗമായി മാറുന്നു. നാഗമാകുന്ന അഹാനയെ അയാൾ മകുടി ഊതി പാലസിന്റെ പുറത്ത് കൊണ്ടുപോകുന്നു. പുറത്തു വരുന്ന നാഗത്തിന്റെ പുറത്ത് അയാൾ ഒരു പൊടി ഇടുമ്പോൾ നാഗം ബോധം കെട്ട് കിടക്കുന്നു. ബോധം കെട്ട് കിടക്കുന്ന നാഗത്തിനെ അയാൾ ബോക്സിലാക്കി അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ഈ സമയം ടീന അഹാന റൂമിലില്ല എന്നുള്ള കാര്യം ഡിംപിളിനോട് പറയുകയാണ്. അത് കേൾക്കുന്ന എല്ലാവരും അഹാനയുടെ റൂമിലേക്ക് പോകുന്നു. വിക്രം അഹാന വരാൻ താമസിക്കുന്നത് എന്താണെന്ന് ആലോചിച്ച് മണ്ഡപത്തിൽ ഇരിക്കുകയാണ്. ഇതെല്ലാം കേട്ട് നിൽക്കുന്ന ദേവന്റെ രൂപത്തിലുള്ള ഫാണി അഹാന റൂമിലില്ലെങ്കിൽ എവിടെയായിരിക്കും നാഗറാണി എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയം പാമ്പാട്ടി മഞ്ഞുള്ള ഒരു സ്ഥലത്ത് നാഗം ഇരിക്കുന്ന ബോക്സുമായി പോവുകയാണ്. കുറച്ചു ദൂരം പോകുന്ന അയാൾ ആ ബോക്സ് ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു പൊടി ബോക്സിന്റെ പുറത്ത് ഇടുകയാണ്. എന്നിട്ട് മകുടി ഊതുകയാണ്. മകുടിയുടെ സൗണ്ട് കേട്ട് ബോക്സിന്റെ പുറത്ത് വരുന്ന നാഗം നാഗറാണിയായി മാറുകയാണ്. നാഗറാണിയായ അനന്തയ്ക്ക് തണുപ്പ് കാരണം വിറച്ചിരിക്കുകയാണ്. അത് കാണുന്ന പാമ്പാട്ടി മകുടി ഊതിക്കൊണ്ട് അനന്തയോട് തണുത്ത് വിറച്ച് നീ ബലഹീനയാകുമ്പോൾ നീ നാഗമാണിക്യം പുറത്തെടുക്കും, ആ നാഗമാണിക്യം എനിക്ക് വേണമെന്ന് പറയുകയാണ്. അനന്ത തണുത്ത് ഐസാകുന്ന സമയം അനന്തയ്ക്ക് അച്ഛനെ കൊന്നതും അമ്മയെ കൊന്നതും ചേച്ചിയെ കൊന്നതും രോഹനെ കൊന്നതും ഉത്തരയാമ്മയെ കൊന്നതും ഓർമ്മ വരുന്ന അനന്ത അവിടെ നിന്ന് ചാടി എഴുന്നേൽക്കുകയാണ്. അപ്പോൾ അനന്തയുടെ രൂപത്തിൽ മാറ്റം വരികയാണ്. ആ രൂപത്തിൽ അനന്തയെ കണ്ട് പേടിച്ച് നിൽക്കുകയാണ് പാമ്പാട്ടി. മറുവശത്ത് ദേവൻ ആരും കാണാതെ ഒരു സ്ഥലത്ത് മാറി നിന്ന് നാഗമായി മാറി അവിടെ നിന്ന് അഹാനയുടെ റൂമിലേക്ക് പോകുന്ന സമയം റൂമിന്റെ ഡോറിന്റെ ഫ്രണ്ടിൽ പാമ്പാട്ടി ഇട്ടിരിക്കുന്ന പൊടി കാരണം നാഗമായ ഫാണി തെറിച്ചു പോവുകയാണ്. ദൂരേക്ക് വീഴുന്ന നാഗം ഫാണിയായി മാറുന്നു. ഫാണി എഴുന്നേൽക്കാൻ പറ്റാതെ കിടക്കുകയാണ്. അപ്പോൾ അഹാനയുടെ റൂമിലേക്ക് എല്ലാവരും വരുന്നത് കാണുന്ന ഫാണി ഇഴഞ്ഞ് വിൻഡോയിലൂടെ ചാടി പുറത്തുപോയി നാഗമായി മാറി അഹാനയുടെ റൂമിന്റെ വിൻഡോയിലൂടെ അകത്ത് കയറുകയും ശേഷം ഫാണിയായി മാറി വാഷ്റൂമിന്റെ അകത്തേക്ക് പോകുന്നു. ആ സമയം അഹാനയുടെ റൂമിന്റെ ഡോർ തുറന്ന് എല്ലാവരും അകത്ത് കയറി അഹാനയെ നോക്കുകയാണ്. അപ്പോൾ വാഷ്റൂമിന്റെ അകത്ത് നിന്ന് അഹാന ഇറങ്ങി വരുന്നത് എല്ലാവരും കാണുകയാണ്. മറുവശത്ത് നാഗറാണി ദേഷ്യത്തോടെ പാമ്പാട്ടിയോട് അനന്തകുലത്തിലെ നാഗറാണിയാണ് ഞാൻ ശത്രുക്കളെ ഒരിക്കലും പേടിക്കില്ല എന്ന് പറയുകയാണ്. നീ നാഗറാണിയാണെങ്കിൽ ഞാൻ മഹാപാമ്പാട്ടിയാണെന്നും പറഞ്ഞ് പാമ്പാട്ടി മകുടി ഊതുമ്പോൾ അനന്തയുടെ ചുറ്റും നാഗങ്ങൾ വരികയാണ്. നാഗങ്ങൾ വരുന്നത് കണ്ട് പാമ്പാട്ടി സന്തോഷത്തോടെ നിൽക്കുകയാണ്. പക്ഷേ നാഗങ്ങൾ അവരുടെ നാഗറാണിയെ നോക്കി തലവണങ്ങി നിന്നിട്ട് അവിടെ നിന്ന് പോകുന്നു. നാഗങ്ങൾ തിരിച്ചു പോകുന്നത് കണ്ട് പേടിച്ച് അയാൾ നിൽക്കുമ്പോൾ നാഗറാണി അയാളോട് എന്റെ കുടുംബത്തെ കൊല്ലാൻ കൂട്ടുനിന്ന നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അയാളെ ഉപദ്രവിക്കുകയാണ്. അപ്പോൾ പാമ്പാട്ടി എന്റെ കൈവശം നാഗങ്ങളല്ലാതെ വേറെയും മൃഗങ്ങളുണ്ട്, വളരെ പണ്ടേ നിങ്ങൾ നാഗങ്ങളെ ശത്രുവായി കണക്കാക്കി കഴിയുകയാണ്. ആ മൃഗം നിന്നെ വർഷങ്ങളായി കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അയാൾ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഊതുകയാണ്. അപ്പോൾ ആ മൃഗം ഗുഹയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണിക്കുകയാണ്. ഈ മൃഗത്തിനെ യതി എന്നാണ് പറയുന്നത്. യതി വരുന്നത് കണ്ട് പേടിച്ച് നിൽക്കുകയാണ് നാഗറാണി. അപ്പോൾ നാഗകന്യക 6 പ്രത യതിയുമായി ഫൈറ്റ് ചെയ്തതും യതിയെ തോൽപ്പിച്ചതും കാണിക്കുകയാണ്. മറുപടി യതി ഓടി വരുന്നത് കാണുന്ന മഹാറാണി പകുതി നാഗമായി മാറി യതിയുമായി ഫൈറ്റ് ചെയ്യുകയാണ്. ശേഷം വലിയ നാഗമായി മാറി യതിയുമായി ഫൈറ്റ് ചെയ്യുകയാണ്. അവസാനം പകുതി നാഗമായി മാറുന്ന നാഗറാണി യതിയെ വാലുകൊണ്ട് ചുറ്റി പിടിച്ച് ദൂരേക്ക് എറിയുന്നു. ഇതെല്ലാം കണ്ട് പേടിക്കുന്ന പാമ്പാട്ടി അവിടെ നിന്ന് ഓടുന്നത് കാണുന്ന ആനന്ദ അയാളെ വാലുകൊണ്ട് ചുറ്റി പിടിക്കുകയാണ്. അപ്പോൾ അയാൾ അനന്തയോട് ചെയ്ത തെറ്റിനെല്ലാം മാപ്പ് ചോദിക്കുകയും അയാളോട് ദയ കാണിക്കണമെന്നും പറയുകയാണ്. നാഗങ്ങളുടെ കോടതിയിൽ തെറ്റ് ചെയ്തവർക്ക് മാപ്പ് കൊടുക്കില്ല, പകരം മരണമാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞ് അനന്ത അയാളെ ഉപദ്രവിച്ച് വളരെ ക്രൂരമായി വേദനിപ്പിച്ച് കൊല്ലുന്നു. അയാൾ മരിച്ചു എന്ന് ഉറപ്പാക്കി സന്തോഷത്തോടെ നിൽക്കുകയാണ് നാഗറാണി. ഈ എപ്പിസോഡിന്റെ ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.